എല്ലാവർക്കും നമസ്കാരം. ശ്രുതീസ് ഫാഷനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ബ്ലൗസിൻ്റെ ഒരു നെക്കിനാണ് ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്ലൗസിൻ്റെ സ്ലീവിനാണ്. താഴെ ബോർഡർ ഉണ്ട്. മുകളിൽ വശം പ്ലെയിൻ ഉള്ള ഭാഗത്താണ് ചെറിയ ചെറിയ ബുട്ടകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പ്ലെയിനായ അത്ര ഭംഗി ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഇതുപോലെ ബുട്ടകൾ ഇട്ട് കൊടുക്കുന്നത്. ഇത് സാരിയും ബ്ലൗസും ഒരേ കളർ ആയതുകൊണ്ട് കളർ കോമ്പിനേഷൻ ഇല്ല. ഞാൻ ബോർഡറിൻ്റെ കളറിലാണ് ഡിസൈൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ആ ബുട്ടൻ്റെ നടുക്ക് ഞാൻ ബ്ലൂ കളറിലുള്ള സിൽക്ക് ത്രെഡ് കൊണ്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചുറ്റും കോപ്പർ കളറിൽ നടുക്ക് ബ്ലൂ കളറിലുമാണ് ഇടുന്നത്. അത് കഴിഞ്ഞ് ത്രെഡെല്ലാം കട്ട് ചെയ്ത് കളയണം. അത് കഴിഞ്ഞ് നെക്കിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണാം. അത് നെക്ക് ഞാൻ ഒരു സൈഡിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ആ സൈഡിൽ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് റിങ് ഇടാൻ പറ്റില്ല. അതിനു വേണ്ടി ഒരു പഴയ തുണി ഇതുപോലെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം റിങ് ഇടാൻ. റിങ് ഇട്ടു. ഇപ്പോൾ ഞാൻ ആ മാർക്കിൽ കൂടെ തന്നെ ഒരു 2 നമ്പറിൽ വെച്ചിട്ട് സാറ്റിൻ സ്റ്റിച്ച് ഇടുന്നുണ്ട്. സാറ്റിൻ സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഞാൻ 1/2 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് തുണിയിൽ മാർക്ക് ചെയ്യുന്ന മാർക്കർ കൊണ്ടാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അത് പിന്നെ നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ ആ മാർക്ക് പിന്നെ കാണില്ല. അത് കഴിഞ്ഞ് ആ ലൈനിൻ്റെ മുകളിൽ കൂടെ ഒരു മുക്കാൽ ഇഞ്ച് വെച്ച് ഇനിയൊരു മാർക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇതുപോലെ വള്ളി ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ബ്ലൗസ് ആയതുകൊണ്ട് ഡിസൈനൊക്കെ ഒരുപോലെ വരണം. അതിനാണ് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ചെയ്യുന്നത്. ആ കർവ് ഷേപ്പ് വന്ന ഭാഗത്ത് നമ്മൾ സ്ലീവിന് ഇട്ട പോലെ തന്നെ ഫ്ലവർ ഇവിടെ ഇടുന്നുണ്ട്. അപ്പുറം ഇപ്പുറമായിട്ട് കർവ് വരുന്ന സ്ഥലത്ത് വേണം ഇതുപോലെ ഫ്ലവർ ചെയ്യാൻ. ഇത് സിമ്പിൾ ഡിസൈനാണ്. ബിഗിനേഴ്സിനൊക്കെ നല്ല ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ്. ഇതിൽ ഞാൻ ലീഫും പിന്നെ ബട്ടൺ സ്റ്റിച്ച് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പഠിച്ചുകൊണ്ട് ഇരിക്കുന്നവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ്. ഇത് ബ്ലൗസിൻ്റെ നെക്കിന് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, നമ്മുടെ ടോപ്പിൻ്റെ നെക്കിനും ചെയ്യാം. എനിക്ക് ബ്ലൗസാണ് അധികം വരുന്നത്, അതുകൊണ്ടാണ് ബ്ലൗസിന് ചെയ്ത് കാണിക്കുന്നത്. സെയിം ഡിസൈൻ നിങ്ങൾക്ക് ടോപ്പിനും ക്രോപ്പ് ടോപ്പിനൊക്കെ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നടുക്ക് ആ വള്ളി ഷേപ്പ് ഞാൻ ഒരു 1-ൻ്റെ 2-ൻ്റെ നടുക്ക് വെച്ചിട്ട് നമ്പർ സെറ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ഇട്ടു. അത് കഴിഞ്ഞ് ആ ഫ്ലവറിൻ്റെ നടുക്ക് ഗ്യാപ്പ് വരുന്ന സ്ഥലത്തൊക്കെ ലീഫ് ഇട്ടിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇതുപോലത്തെ ഡിസൈനൊക്കെ ചെയ്യാൻ അധികം സമയമൊന്നും വേണ്ട. പെട്ടെന്ന് 1 മണിക്കൂറിനുള്ളിൽ ബ്ലൗസിൻ്റെ ബാക്കും ഫ്രണ്ടും സ്ലീവിനും ചെയ്ത് തീർക്കാൻ പറ്റും. അത്രയ്ക്ക് ഈസി ആയൊരു ഡിസൈനാണ് ഇത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഫുൾ ലീഫ് സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ ഫ്ലവറിന് നടുക്ക് സ്ലീവിന് ചെയ്ത പോലെ തന്നെ നടുക്ക് ബ്ലൂ കളറിൽ ഒരു ബട്ടൺ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഇത് സാരീൻ്റെയും ബ്ലൗസിൻ്റെയും കളർ വേറെ ആയിരുന്നെങ്കിൽ ഇത് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടായേനെ. ഫ്ലവർ ഒരു കളറും ലീഫ് ഒരു കളറായിട്ട് ചെയ്യാം. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയുണ്ടാകും. ഇത് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരേ കളറായതുകൊണ്ട്. അതുകൊണ്ട് കോപ്പർ കളറിലാണ് ഫുൾ ഡിസൈൻ ചെയ്തത്.
ഇതുപോലെ ഫ്രണ്ട് ബാക്കും സ്ലീവും ഇതുപോലെയാണ് ശരിക്കുള്ള കളറ്. ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഫോട്ടോ എടുത്തിട്ടില്ല. താങ്ക് യു.